അതിരപ്പള്ളിയിൽ നിന്നും കാട് കടന്നു ചെന്നാൽ കേരളത്തിനും തമിഴ്നാടിനും ഇടയിലായി ഒരു സുന്ദര ഗ്രാമമുണ്ട്. തേയില കൊണ്ട് പൊതിഞ്ഞ മലക്കപ്പാറ. അതിരപ്പള്ളിയിൽ നിന്നും കാട് കടന്നു ചെല്ലുമ്പോഴാണ് തേയിലക്കുളുന്തിലും കോടമഞ്ഞിലും കോർത്തിട്ട ഈ അതിർത്തി ഗ്രാമമുള്ളത്. തേയിലയ്ക്കൊപ്പം ടൂറിസവും നുള്ളുകയാണ് അവിടുത്തെ ജനത ഇപ്പോൾ. അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് 53 കിലോമീറ്റർ ഉണ്ട്. അതിൽ 50 കിലോമീറ്ററോളവും പച്ചപ്പ് പീലി വിടർത്തി നിൽക്കുകയാണ്. വിരിഞ്ഞൊഴുകുന്ന ചാർപ്പ വെള്ളച്ചാട്ടവും പരന്നൊഴുകി പോകുന്ന വാഴച്ചാൽ വെള്ളച്ചാട്ടവും കഴിഞ്ഞാൽ പിന്നെ കാടിന്റെ തോളിൽ കൈയിട്ടാണ് മലക്കപ്പാറയിലേക്കുള്ള യാത്ര. അധികൃതർ അനുവദിച്ചാൽ മലക്കപ്പാറയിലേക്കുള്ള യാത്രയിൽ പെരിങ്ങൽകുത്ത് ഡാമും കാണാം. തുടർന്നുള്ള യാത്രയിൽ അമ്പലപ്പാറ കഴിയുന്നതോടെ മുകളിലേക്ക് 2 കൊടും വളവുകളുണ്ട്. ആനത്താരകൾ കടന്നു വേണം തുടർന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ. എപ്പോൾ വേണമെങ്കിലും കുട്ടിയാനകളുമൊത്ത് ആനക്കൂട്ടം വഴിക്ക് വട്ടം വന്നേക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്യജീവികൾ. അതിനാൽ തന്നെ വളരെ ശ്രദ്ധിച്ച് അധികം വേഗമില്ലാതെ വേണം ഇതുവഴി യാത്ര ചെയ്യാൻ. കേരള ഷോളയാർ അഥവാ ലോവർ ഷോളയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തായി നീലനിലാവ് കണ്ണാടിയിൽ നോക്കിയ പോലെ ഒരു തടാകം സഞ്ചാരികൾക്കായി കാത്തിരിപ്പുണ്ട്. ചൊരിങ്ങലും പെരുമ്പാറയും കടന്നു പോകുമ്പോഴൊരു ചെറിയ വെള്ളച്ചാട്ടവും ഉണ്ട്. ഇവിടം കഴിഞ്ഞാലാണ് മലക്കപ്പാറ എന്ന തേയില കൊണ്ട് പൊതിഞ്ഞ ഗ്രാമം. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തുന്നതോടെ കേരളത്തിന്റെ അതിർത്തി അവസാനിക്കുകയാണ്. മലക്കപ്പാറയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ KSRTCയും സർവീസ് നടത്തുന്നുണ്ട്. KSRTCയുടെ ചാലക്കുടി ഡിപ്പോയിൽ നിന്നും മലക്കപ്പാറയ്ക്കും തിരിച്ചും ദിവസേന 4 സർവീസുകളാണുള്ളത്. മുൻകൂർ ബുക്കിംഗ് അനുസരിച്ച് ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും പ്രത്യേക സർവീസുകളും KSRTC നടത്തുന്നുണ്ട്.